ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. നമുക്ക് ഓക്സിജൻ വേണം അല്ലെ, ഓക്സിജൻ വേണം, അതേപോലെ വാട്ടർ വേണം. നമ്മുടെ ശരീരത്തില് 70% എന്താണ്, വാട്ടർ വേണം. ഓക്കെ, നമുക്ക് ഓക്സിജൻ വേണം, O2 വേണം, അതേപോലെ വാട്ടർ H2O വേണം അല്ലെ. 70% നമ്മളെ ബോഡിയിൽ എന്ത് വേണം, H2O വേണം. പിന്നെ അതേപോലെ ഗ്ലൂക്കോസ് വേണം അല്ലെ. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എനർജി കിട്ടുള്ളൂ. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താ, ഒരു എനർജി സോഴ്സ് ആണ്. പിന്നെ അതേപോലെ നമുക്ക് പ്രോട്ടീൻസ് വേണം. നമ്മളെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, പ്രോട്ടീൻസ് ഒക്കെ വേണം. ഈ നാലും എന്താ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ വെള്ളം ഇല്ലാതെ നമുക്ക് പറയൂ. മാം ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടോ. പറ. മാം നമ്മള് ഫുട്ബോൾ കളിക്കുമ്പോ ടയേർഡ് ആവുന്നില്ലേ? അത് എനർജി കുറഞ്ഞോണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് വാട്ടർ ഡ്രിങ്ക് ചെയ്യുമ്പോ നമുക്ക് എനർജി തിരിച്ച് റീസെറ്റ് ആവോ? വാട്ടർ കുടിച്ചാല് എനർജി റീസെറ്റ് ആവൂല. നമുക്ക് എന്താ, നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചാലേ നമുക്ക് എനർജി കിട്ടുള്ളൂ. വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടയേർഡ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നേ ഉള്ളൂ. നമ്മൾ ഫുഡ് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡും പ്രോട്ടീൻ നല്ല ന്യൂട്രിയൻസ് ഉള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കണം. എന്നാലാണ് നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ എന്ത് കാര്യം ചെയ്യാനും. നമ്മൾ വെള്ളം മാത്രം കുടിച്ചാൽ നമുക്ക് എനർജി കിട്ടൂല. ഓക്കെ മാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ, നമുക്ക് ഓക്സിജൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ H2O അല്ലെ, വാട്ടർ 70% നമ്മളെ ബോഡിയിൽ വാട്ടർ ആണുള്ളത്. പിന്നെ ഗ്ലൂക്കോസ് എന്തായാലും വേണം, അതിനാണ് നമുക്ക് എനർജി കിട്ടുള്ളൂ. പിന്നെ അതേപോലെ നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ വെള്ളം അല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം എന്താ, നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കെമിക്കൽ ആണ് വാട്ടർ. സോ അതില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല അല്ലെ. വെരി ഗുഡ്. പിന്നെ നമ്മളെ ബോഡിയിലുള്ള വേസ്റ്റ് ഗ്യാസ് ഏതാണ്, പറ. കാർബൺ ഡയോക്സൈഡ്. വെരി ഗുഡ്. കാർബൺ ഡയോക്സൈഡ് അല്ലെ. നമ്മൾ ബ്രീത്തിങ് ചെയ്തിട്ട് പിന്നെ പുറത്തോട്ട് ഒഴിവാക്കി കളയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ ആണോ? ഓക്കെ. പിന്നെ അതേപോലെ നമുക്ക് എനർജി തരുന്നത് ആരാ, ഏത് കെമിക്കലാ എനർജി തരുന്നത്? ഗ്ലൂക്കോസ് ആണോ മാം? അതെ. വെരി ഗുഡ്. ഓക്കെ. പിന്നെ അതേപോലെ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ? 70% വാട്ടർ. വെരി ഗുഡ്. നമ്മളൊരു ഗ്ലാസ് എടുക്കാം. ഓക്കെ, ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുക്കാം. ഇത്ര ഒരു വെള്ളം എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് എന്താ വേണ്ടേ, ഒരു സ്ട്രോ വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിജന് ബ്രീത്തിങ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടാത്ത ഈ ഗ്ലാസിന്റെ ഈ സ്ട്രോയിലോട്ട് ബ്ലോ ചെയ്യണം. മീൻസ് ഈ സ്ട്രോ കൂടെ പുറത്തോട്ട് വിടണം വാട്ടറിൽ വെച്ചിട്ട്. അപ്പൊ എന്താവും, ഈ വാട്ടറിൽ കുറെ ബബിൾസ് ഉണ്ടാവും. ഓക്കെ, ആ ബബിൾസ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാല് അതിൽ നമ്മൾ പുറത്തോട്ട് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ടാണ് ഇവിടെ ബബിൾസ് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ. എന്താണ്, നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കണം, ഒരു സ്ട്രോ എടുക്കണം, എന്നിട്ട് നമ്മൾ ബ്രീത്തിങ് ചെയ്യാം. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാതെ ഈ സ്ട്രോ കൂടെ പുറത്തോട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. അപ്പൊ എന്താവും, നമ്മളെ വാട്ടറിൽ കുറെ ബബിൾസ് വരും. ആ ബബിൾസിന്റെ കാരണം എന്താ, നമ്മൾ പുറത്തോട്ട് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതുകൊണ്ടാണ് അവിടെ ബബിൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും വേണം കേട്ടോ. ഞാനതാ ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്, ഒരു സ്ട്രോ ഇതിലോട്ട് ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ആക്ടിവിറ്റി ചെയ്യണം കേട്ടോ. ഓക്കെ മാം.